അപ്പോൾ ചമാരെ ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിനാശിനെയും കൂട്ടി നമ്മളെ ചൊത്തവിള ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതായത് ശംഖുതുറ ബീച്ച് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ശംഖുതുറ ബീച്ചിന്റെ തൊട്ടടുത്തുള്ള ഒരു ബീച്ചാണ് ഈ ചൊത്തവിള ബീച്ച്. ചൊത്തവിള ബീച്ചാ? ചൊത്തവിള ബീച്ച്. അപ്പോൾ ആ ബീച്ചാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ശംഖുതുറയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റോഡ് ഉണ്ടായിരുന്നു. ആ റോഡ് പൊളിഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇതില് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. ഇതിന് ശേഷങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ വീട് പോലും കാണത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പരമാവധി ചുറ്റിക്കറങ്ങി നേരെ മണക്കുടിയിൽ വന്നത്. അപ്പോൾ അതല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ നടന്നു പോകാമായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെയൊക്കെ പെട്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ളം എന്ന് പറയുന്ന സംഭവം കിട്ടത്തില്ല. അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് എന്തിനെങ്കിലും ആവട്ടെ, നമുക്ക് കിടക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടെൻ്റ് അടിക്കാന്നെങ്കിലും പറയാം. പോരാത്തതിന് ഇതൊക്കെ ഒത്തിരി ഡേഞ്ചർ ആണെന്നാണ് ഈ സ്ഥലത്തിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെയൊക്കെ വരാതെ പോയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിങ്ക് ബയോയിലുണ്ട് കേട്ടോ. കയറി കണ്ടു നോക്കുക. അതുപോലെ ഇങ്ങനെ കടൽ തീരങ്ങളിലുള്ള യാത്രയും അതിനോടൊപ്പം തന്നെ നമ്മുടെ കടലിലെ ഫിഷിങ്ങും കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.